ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ്, വേറെ ഒന്നുമില്ല. ഞാൻ നമ്മളുടെ കൊച്ചി വാക്കത്തോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിന് മാർച്ച് 29 കേട്ടോ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 6 മണിക്ക് നമ്മൾ റിപ്പോർട്ടിംഗ് ടൈം വന്നിട്ട്, റിപ്പോർട്ടിംഗ് ടൈം കറക്റ്റ് 6 മണിക്കാണ് നമ്മൾ ലൊക്കേഷനിലെത്തുന്നത്. ആൻഡ് നമ്മുടെ ഈ പറയുന്ന വാക്കരോ കൊച്ചി വാക്കത്തോൺ 2026 എവിടെയാണ് നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്റ്റേഡിയത്തിലാണ്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ്, കൊച്ചി. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ലാർജസ്റ്റ് വാക്കത്തോൺ നടക്കാൻ വേണ്ടി പോണത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം 10K ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക, അതായത് നടത്താൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക. അതിനുവേണ്ടി ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ചൂസ് ചെയ്തിട്ട് 5K ആണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ ആസ് യൂഷ്വൽ പോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഇവൻറ്റ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ആൻചേച്ചി ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാനും ആൻചേച്ചിയും കൂടിയാണ് ഈ ഒരു ഇവൻറ്റും അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 5K ആണ്. അപ്പം 5K ഡയറക്റ്റായിട്ട് 10K എന്താ എടുക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇവൻറ്റ് വന്നിട്ട് 3K ആയിരുന്നു, അതൊരു ഓട്ടോ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ 5K ആയി. ഇനി നെക്സ്റ്റ് ഇവൻറ്റ് നമ്മൾ 10K എടുക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അറിഞ്ഞോട്ട് എന്താവും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇവൻറ്റ് നമ്മൾ 5K ആണ് കേട്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 10K ആൾക്കാരൊക്കെ ഏകദേശം നടക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. ബിക്കോസ് നമുക്കൊരു സൂംബ സെഷൻ വരുന്നുണ്ട്. അപ്പം ഒരു വാമപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നടത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സൂംബ സെഷനാണ് ഇപ്പം ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ 5Kക്ക് വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഇപ്പോൾ ടൈം വന്നിട്ട് 6:20 കേട്ടോ. അങ്ങനെ 6:20 നമ്മൾ എല്ലാവരും എന്താ പറയുക, ഒരേ ഒരു വൈബുള്ള കുറേ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. കാരണം ഇത്രയും ആൾക്കാർ ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നു, പക്ഷേ ആൾക്കാർ ഉറങ്ങുന്നില്ല. പകരം വെളുപ്പിന് തന്നെ എണീച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത് 5 കിലോമീറ്റർ നടക്കാമെന്ന് ഉള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടല്ലോ. ലൈക്ക് ആ ഒരു തോട്ട് തന്നെ വരുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരേ മാതിരത്തെ എനർജിയുള്ള കുറേ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലൊരു എന്താ സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം അത് ഭയങ്കരമായിട്ടൊരു നമ്മളെ മൈൻഡിനെയൊക്കെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ പോരാത്തിന് നല്ല എനർജി ചെയ്യുന്നു എല്ലാവർക്കും. ബിക്കോസ് ഒരേ ഒരു വൈബും ഒരേ ഒരു എനർജി ലെവലുള്ള കുറേ ആൾക്കാർ ഒരുമിച്ച് ഒരു ഇവൻറ്റിന് പങ്കെടുക്കുന്ന സമയത്ത് അത് നല്ലൊരു അനുഭവമായിരുന്നു. ആൻഡ് ഇതിൽ നമ്മൾ ടോട്ടലി ഈ ഒരു വാക്കത്തോണിൽ 6500 പുറമെ ആൾക്കാർ പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു വാക്കരോ കൊച്ചി വാക്കത്തോണിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ക്യാൻസർ കെയറിനെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ബേസിക്കലി പറഞ്ഞാൽ. കാരണം ഈ ഒരു ഇവൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രജിസ്ട്രേഷൻ ഫീസോട് കൂടിയാണ്. ഈ രജിസ്ട്രേഷൻ ഫീസ് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്യാൻസർ പേഷ്യൻസിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്യാൻസർ പേഷ്യൻസിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി. ഈ വാക്കരോ കൊച്ചി വാക്കത്തോണ്ട് ലാസ്റ്റ് ഇയറത്തെ ഇതുപോലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് അവർ ലിംബ് റീപ്ലേസ്മെൻറ്റ്സിൻ്റെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എമൗണ്ട് യൂസ് ചെയ്തത്. ആൻഡ് ഇത്തവണ വന്നിട്ട് ക്യാൻസർ കെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് 5 കിലോമീറ്റർ നടന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം കംപ്ലീറ്റ് ആൾക്കാർ എല്ലാവരും നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൂട്ടത്തിൽ ഏജ് ലിമിറ്റേഷൻസ് ഇല്ല. ചെറിയ കുട്ടികൾ തൊട്ടിട്ട്, അതായത് ഏകദേശം ഒരു 3-4 വയസ്സുള്ള പിള്ളേർ തൊട്ടിട്ട് ഒത്തിരി വയസ്സായിട്ടുള്ള, അതായത് സീനിയർ സിറ്റിസൺസ് വരെ ഈ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലൈക്ക് ഏജ് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ആകെയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ഫൈനലി ഞങ്ങൾ അങ്ങനെ 5 കിലോമീറ്റർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടന്ന് തിരിച്ച് വന്നേക്കും കേട്ടോ. അപ്പോൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടുന്ന് നമുക്ക് ഇതുപോലുള്ളൊരു മെഡൽ കിട്ടും. ആൻഡ് 5K ഫിനിഷർ എന്നൊക്കെ പറഞ്ഞ മെഡൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. ആൻഡ് ചായയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ നിന്നിട്ട് ഇങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ ചേട്ടൻ കുറേ നേരം ഇങ്ങനെ നിന്ന് ഞാനിങ്ങനെ വണ്ടടിച്ചു എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റണേ എന്നുള്ളത് ആലോചിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഈ വാക്കരോ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിക്കുകയാണ്. അപ്പോൾ ഞാനും ആൻചേച്ചിയും പിന്നെ ആൻചേച്ചിൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. സോ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലായിട്ട് എടുക്കുന്നില്ല. പകരം നമ്മൾ ഈ ചൂടത്ത് നട്ടപ്പൊരു വെയിലത്ത് നല്ലൊരു ചൂട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീ സ്റ്റാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആൻസിൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ മെട്രോ കയറിയിട്ട് നമ്മുടെ
ആലുവ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഈവൻ ദോ നമ്മൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട്, അതായത് നമ്മുടെ ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് വെളുപ്പിന് 5:30-ക്കാണ്. പക്ഷേ ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മളുടെ ഇവിടുത്തെ കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. അതായത് വാക്കേരോൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇവൻറ്റ്സൊക്കെ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഈ 2026 തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കത്തോൺസും മാരത്തോൺസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആൻഡ് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ഫോർ മീ. അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി ആലുവയിലെത്തി. ഇവിടുന്ന് എഗെയിൻ ഒരു ചായ കുടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു കേട്ടോ. അപ്പോൾ ശരി.